ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ആപ്പിൾ ചെറി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് വലുതായി തുടങ്ങിയതേ. കണ്ടോ, ആപ്പിൾ പോലെ തന്നെ ഇരിക്കണത്. ഇതാ കണ്ടോ, വേറെ ഒരെണ്ണം. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്, വെയിൽ കാരണേ കാണാൻ പറ്റണില്ല. ഇതിൻ്റെ ഇല കണ്ടോ ഗൈസ്, ഇത്ര ചെറിയ ഇലയാണ്. അതാ, ഇതിപ്പോൾ 2 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. ഒരു പഴുത്തതുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. അടിപൊളി, നല്ല മധുരമാണ് ഗൈസ്. കണ്ടോ ഒരു പഴം, പറിച്ചെടുത്തോ. അത് വാഞ്ചേട്ടൻ അത് പറിച്ചെടുക്കുക. അതിൻ്റെ പൂ, അയ്യോ എന്ത് ഭംഗിയാ, ഓണപ്പൂ ഇടാമല്ലോ പൂ പോലെ. ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വിടർന്നെങ്കിൽ അതൊക്കെ പോയി പൊഴിഞ്ഞ്. ഇതിനെന്ത് ചെയ്തിട്ടാ ഉണ്ടായെന്ന് പറയാട്ടോ. ഞാൻ അതിൻ്റെ ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ കായ്ക്കാത്ത മരമുള്ള സുഹൃത്തുക്കൾക്ക് ഉപയോഗപ്പെടും. അത് പറഞ്ഞു തരാവേ. ഈ പൂക്കൾ കണ്ടോ, കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും പൂവില്ലായിരുന്നു. ഇതിനെല്ലാം ചെയ്ത ഒരു ടിപ്പുണ്ട്, പറഞ്ഞു തരാവേ. ചെത്തിയെല്ലാം പൂത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, അപ്പുറത്ത് റോസ പൂത്തിട്ടുണ്ട്. വേറെ ദിവസം വീഡിയോ എടുത്ത് തരാം. വാഴയൊക്കെ കുലയ്ക്കാൻ മടിച്ച് നിന്നതിനൊക്കെ ഉണ്ടായി. ഇതെല്ലാ സാധനങ്ങളും ഈ കായ്ക്കാത്തതിൽ കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, ഇത് കണ്ടോ, ഇവിടെ തന്നെ ആപ്പിൾ ചെറി 2 എണ്ണം ഉണ്ട്. ഇതിലുണ്ട് കായ. പഴുക്കണ പുറക്കി കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് അല്ലേ. ഈ മിറാക്കിൾ ഫ്രൂട്ടിന് ഇട്ടിട്ടുണ്ട് വളം. പൂവൊക്കെ പിടിക്കുമായിരിക്കും, കായൊക്കെ പിടിക്കുമായിരിക്കും. ആപ്പിൾ ചെറിയുടെ ഇവിടെ ഉണ്ടല്ലോ പഴുത്തത്. ഇല്ല, അത് പച്ച, അത് വേറെ പൂവ് ഏതാണ്ടാന്ന് തോന്നുന്നു, ചെത്തിപ്പൂവ്. നോക്കാം കേട്ടോ, ഇനി കാണിച്ചു തരാവേ. ഈ നാരകത്തേൽ നാരങ്ങ പിടിച്ചിട്ടുണ്ട്. ഒരു വളമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. വളം ഇട്ടപ്പോൾ നാരങ്ങ പിടിച്ചു, മിറാക്കിൾ ഫ്രൂട്ട് പിടിച്ചു, ആപ്പിൾ ചെറി പിടിച്ചു, ചെത്തി പൂത്തു. ഈ മിറാക്കിൾ ഫ്രൂട്ടിൽ പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതി കൊള്ളാം. ഏതായാലും മാവിൻ്റെ ചോട്ടിലിട്ടിട്ടുണ്ട്. മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അത് സംഭവം കൊള്ളാം. വളം കാണിച്ചു തരാവേ, ടിപ്പ് കാണിച്ചു തരാം. പഴുത്ത ആപ്പിൾ ചെറി കണ്ടാ, ഇതാണ് ആപ്പിൾ ചെറി. തീരെ ചെറുതാണ് ഈ സാധനം. ഇത് ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ 2 വർഷം മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ കായ ഉണ്ടായത് അവരെനിക്ക് തിന്നാൻ തന്നിരുന്നു. ഞാൻ കഴുകി തന്നു. ഞാൻ 2-3 കായ ഉണ്ടായുള്ളൂ, തിന്നു അത്. പക്ഷേ ഇവിടെ ഇതുവരെ കാ പിടിച്ചില്ല. അപ്പോൾ കൃഷി ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു വളം പറഞ്ഞു തന്നു, ഇത് ഇടാൻ പറഞ്ഞു. ഇത് 19 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1 കിലോയുടെ പാക്കറ്റാണ്. ഇതിന് 200 രൂപയാണ്. ഇങ്ങനെ 3 കിലോയുടെ പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. അതിൽ ഒരു പാക്കറ്റ് 1 കിലോയുടെ ഒരു പാക്കറ്റ് കഴിഞ്ഞ 10 ദിവസം ആയുള്ളൂ. അതിട്ടേ പിന്നെയാണ് ഇപ്പോൾ ഈ പൂവും കായൊക്കെ പിടിക്കണേ. നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് ആപ്പിൾ ചെറിയിൽ. അബിയുവിലും കായ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ്. നാരങ്ങ കാണിച്ചു തരാവേ. എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് അറിയാൻ മേലല്ലോ. മത്തങ്ങ ഇവിടെ പറിച്ചു വെച്ചതാണ്. മത്തങ്ങയും ചേമ്പും രാവിലെ പറിച്ചു വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കൊലശ്ശേര്. പണിയെടുക്കാൻ കൊലശ്ശേരാണ്. എല്ലാ വളമൊക്കെ ഇങ്ങനെ കുത്തി ഗ്രോ ബാഗിലിടണേ. ആപ്പിൾ ചെറി കണ്ടതല്ലേ. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ദാഹിക്കും. അപ്പോൾ കുടിക്കാൻ വേണ്ടി സംഭാരം കൂട്ടി വെച്ചേക്കണതാ. കള്ളൊന്നും ആണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. സംഭാരമാണ്. ബട്ടർ മിൽക്ക്, ഇഞ്ചിയും കരിവേപ്പിലയും കാന്താരിമുളകും ഉപ്പും കൂടെ ഒന്ന് അരച്ച് ചേർത്തിട്ട് മോര് കലക്കി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക. സ്ട്രോയൊന്നും ഇല്ല ഗൈസ്, ഞങ്ങൾ കുടിക്കും. വന്നിട്ട് കുടിക്കും. അപ്പോൾ ഞാനൊരു നാരങ്ങ കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന്. ചേട്ടൻ അവിടെ ഒന്ന് വിളിക്കണ്ട്, ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം. തക്കാളി കണ്ടോ, തക്കാളി കൃഷിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നാരങ്ങ പിടിച്ചോ? അപ്പോൾ ആ വളം ഇടുന്നതിന് ഗുണമുണ്ടല്ലോ. 3 നാരങ്ങയാ, അടിപൊളി. ഈ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു ടിപ്പായിക്കോട്ടെ. ഇത് ഭയങ്കര സംഭവം. 1 ഞെട്ടിൽ 3 നാരങ്ങ കണ്ടോ, 1 ഞെട്ടിൽ 3 നാരങ്ങ. തൊട്ടടുത്ത് ഇഞ്ചിയുണ്ട്. അച്ചാറിടാനേ. നാരങ്ങയായി, ഇഞ്ചിയായി, 3 നാരങ്ങ. ഹായ് ഗൈസ്, ഇത് ഈ വളമിട്ടതിൻ്റെ അല്ല കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായതാണ്, ശ്രദ്ധിക്കാതെ പോയതാണ്. ഇവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നു. ഇന്നലെ ആ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാർ പുല്ല് വെട്ടിയപ്പോൾ കണ്ടതായിരിക്കും ഇന്ന്.
ഇത് മിറാക്കിൾ ഫ്രൂട്ടാ, ഇത് തെങ്ങ് വെച്ചത്. ദേ ഇത് കാന്താരി മുളക് കണ്ടില്ലേ, നിറച്ച് മുളകുണ്ട്. ഓക്കെ ഗൈസ്, എന്നും ഇങ്ങനെ കണ്ട സാധനം തന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ, വേറെ വേറെ പുതിയത് കാണിച്ചു തരാവേ. ദേ കൊല അങ്ങനെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, സപ്പോർട്ട് ചെയ്ത കൊല. ഓക്കെ ഡിയർ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അടുത്ത ദിവസം ഞാൻ കുറേ പേരയ്ക്ക കാണിച്ചു തരാവേ, പേരയും പേരയ്ക്ക്. ഈ വളം ഇടും ഇനി 2 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ഈ 200 രൂപ മുടക്കി ഒരെണ്ണം വാങ്ങുക ഗൈസ്. 10 മണിച്ചെടിയുടെയൊക്കെ ചോട്ടിൽ ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി, വെള്ളത്തിൽ കലക്കി. എന്തോരം പൂവാണ് ഉണ്ടാവണേന്നറിയോ? പൂ കണ്ട് കണ്ട് നമുക്ക് കൊതി മാറും. ബോൾസം, 10 മണിച്ചെടിയൊക്കെ, ബന്ദി ഒക്കെ. ഓക്കെ ഡിയർ, അപ്പോൾ അത് ഈ ആപ്പിൾ ചെറിയുടെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങോട്ട് കൊതി മാറണില്ല. അതാ ആദ്യമായിട്ടാട്ടോ ഇത്ര ഇങ്ങനെ പഴുത്ത് കിട്ടണത്. ഇനി കൂടുതൽ കിട്ടുമ്പോൾ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ മോര് കുടിക്കട്ടെ. താങ്ക് യു.